ഹലോ പ്രിയജനങ്ങളെ, ഞാനിന്ന് നിങ്ങൾക്കൊരു മീൻകറി വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഈ ആത്മഹത്യക്ക് മുതിരുന്നത്. കാരണം യൂട്യൂബിലൊക്കെ രസികൻ മീൻകറികൾ ഇങ്ങനെ ആയിരക്കണക്കിന് കിടക്കുമ്പോഴേ, പക്ഷേ വെജിറ്റേറിയനായ മീൻകറി കഴിക്കാത്ത ഒരാൾ അതിന് മുതിരുമ്പോൾ അതിനൊരു രസമില്ലേ. അപ്പം നമുക്ക് എങ്ങനെ മീൻകറി വെക്കാമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടുകും ഉലുവയും, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ട് പേസ്റ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഈ മീനിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയരുത്. കാരണം പാവം 6.5 കിലോ ഉള്ള ഗർഭിണിയായ ഒരു മീനിനെ എൻ്റെ ഭർത്താവ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വെട്ടി മുറിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. ഞാൻ ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കേണ്ടി വരും, എണ്ണ വേണ്ടി വരും. അപ്പം നമുക്ക് ഈ മീൻകറി എങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കണം. ക്യാമറാമാനും ക്യാമറ വുമണൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടേ ഇതിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും പിന്നെ ഇതെന്താ എങ്ങനെയെന്നൊന്നും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇതെൻ്റെ മീൻകറിയാണ്, എൻ്റെ മാത്രം മീൻകറി കേട്ടോ. അപ്പം അതുകൊണ്ട് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു. ഞാനതിലേക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ കാക്കുക. എന്താ അറിയോ, എനിക്ക് ഈ കട്ടും പേസ്റ്റും കൂട്ടിച്ചേർക്കലും ഇണക്കിച്ചേർക്കലും ഒന്നും അറിയില്ല. ഇതിലത്തെ ഒരു ബിസിനസ്സും അറിയില്ല. അപ്പം അതിക്ക് എണ്ണ ചൂടായിട്ട് പൊട്ടണ വരെയൊക്കെ നിങ്ങൾ കാത്തു നിന്നോളുക. മീൻകറി കഴിക്കണമെങ്കിൽ മതി. ഓക്കെ. അപ്പോൾ ഞാനിതാ ഈ ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ടു. ഈ ഉലുവ പൊടിച്ചിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഈ ഉലുവ ഇട്ടാലുള്ള നല്ല മണമുണ്ടല്ലോ, മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതാണെന്നാണ് പറയണത്. എൻ്റെ ഭർത്താവ് നല്ല ഇഷ്ടത്തോടെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൽ ഓരോന്നിൻ്റെയും മണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ പാവം കടുകും ഉലുവി പറഞ്ഞതൊക്കെ കേട്ട് കടന്ന് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, അതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. കുറച്ച് കറിവേപ്പില, ഭയങ്കര ബഹളത്തോടു കൂടെയാണല്ലോ കറിവേപ്പില പൊട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അതിലെന്നിട്ട് നമ്മൾ കുറച്ച് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഞ്ചി പിന്നെ നമ്മുടെ വെളുത്ത ഉള്ളി, ഇവ രണ്ടും ഈ മീനിറച്ചി കാര്യങ്ങളിലൊക്കെ ഈ 2 ഇൻഗ്രീഡിയൻസ് മസ്റ്റാണല്ലോ. അപ്പോൾ അത് കണ്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്താ അറിയോ, ഇതിനൊരു പച്ചമണം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പോയില്ലെങ്കിൽ മീനിന് ഇഷ്ടാവില്ല. മീൻ പിന്നെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാൾ ഭേദം ഇതിനെ ഈ പച്ചമണം മാറുന്നത് വരെ നിങ്ങളും എൻ്റെ കൂടെ ഈ വീഡിയോൻ്റെ ദൈർഘ്യം കണ്ട് സമാശ്വസിച്ച് സന്തോഷിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോൾ ഇതിനെ ഒന്ന് വാടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ള അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഈ മീൻകറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മീനൊക്കെ ഇങ്ങനെ എവിടെ പറയുക, അവിടെ ഇവിടെയൊക്കെ മുങ്ങി തപ്പണ വിധത്തിൽ കിടക്കുന്നുണ്ടാവില്ലേ, അതൊരു സുഖമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് മീൻകറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരവ് അരച്ച് ചേർക്കുന്നത്. ചില ആൾക്കാരെ ഈ ഉള്ളിയും
എന്താ പറയുക, തക്കാളിയൊക്കെ അങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും പറ്റും, പറ്റായില്ല. എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം ഇതിനും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് ആക്കി, അത് കഴിഞ്ഞാൽ നമ്മുടെ രസക്കൂട്ടിൻ്റെ ചരിത്രമുള്ള ഉപ്പ് വരട്ടെ. ഇതാ നമക് ഷമക് ഡാൽ ദേത്തെ ഹെ. ഒരു വിഖ്യാതനായ ഷെഫുണ്ട് ഹിന്ദി ചാനലിൽ. അദ്ദേഹം ഈ ഉപ്പ് വളരെ പാട്ടൊക്കെ പാടി മനോഹരമായിട്ടാണ് ഇടുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ കഷ്ണങ്ങൾ മുങ്ങി കിടക്കാനുള്ള വെള്ളം അതതിൽ ചേർക്കണമല്ലോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തു. ആ വെള്ളം ഒന്ന് തിളയ്ക്കണം, ഒന്ന് തിളച്ച് വരണം മീൻ കഷ്ണങ്ങൾ. എന്നാലാണ് പറഞ്ഞതനുസരിച്ചൊക്കെ വേവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ കറിയുടെ ഇത്രയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു മീൻ കറി മീൻ കറി വെക്കാൻ അറിയാത്തവരില്ല, നോൺ വെജ് കഴിക്കാത്ത വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന പാവം ഒരു വീട്ടമ്മ മീൻ കറി ഉണ്ടാക്കുന്ന ചരിത്രം കണ്ടില്ലേ നിങ്ങളിപ്പോൾ? നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തോന്നുന്നില്ലേ ഒന്നും അറിയാത്ത കുട്ടികൾക്കൊക്കെ? അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മളൊന്നും കൂടി പോകാൻ വേണമെങ്കിൽ കടുകിട്ടു, ആദ്യം എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, പൊട്ടി, കരുവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി പേസ്റ്റാക്കിയത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി ഉപ്പ് ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് തിളയ്ക്കുന്നു. ആ തിളയ്ക്കുന്നതിലേക്ക് പിന്നെ ഞാൻ കൈ കൊണ്ടൊന്നും മീൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഇവനെ തൊടാനൊന്നും അത്ര ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തങ്ങനെ ദയയില്ലാതെ ഇതിനെ വാരിയിടണമെന്നൊന്നും വിചാരിക്കരുത്. ഇതാ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചാടുന്നു. സന്തോഷത്തോടെ ഒന്നും ആയിരിക്കില്ല, എങ്ങനെ ആവട്ടെ പാവം. ഇതൊക്കെ കാണുമ്പോഴില്ലേ ഈ പാവത്തിനോടുള്ള ദയ കാരണം കൊണ്ട് ഞാനിങ്ങനെ സത്യത്തിൽ ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യും എൻ്റെ പ്രിയജനങ്ങളെ, ഭർത്താക്കന്മാരുടെ സ്നേഹം കിട്ടാനേ വായിലൂടെ നല്ല ഭക്ഷണം കൊടുക്കണം എന്നല്ലേ പറയുക. വായിലേക്കുള്ളത് ആദ്യം നല്ല കർമ്മത്തോടുകൂടെ കൊടുത്താലേ നടക്കുള്ളൂ എന്നല്ലേ പറയുക. അപ്പോൾ എല്ലാ സാഹസവും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഇവനെ ആലോചിച്ച് കഴിഞ്ഞാൽ പുളി വേണ്ടേ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയുള്ള കുടംപുളി ഉണ്ട്. ആ കുടംപുളി ഞാൻ ഇതിലിടാൻ പോവുകയാണ്. മരത്തിലുണ്ടായ കുടംപുളി ഞാൻ ഉണക്കി, വേനൽക്കാലത്ത് ഉണക്കിയൊക്കെ വെച്ചതാണ്. അപ്പോൾ ആ കുടംപുളിയാണ് ഇതിൽ കാണാൻ കണ്ടോ. ഈ കുടംപുളിയെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. എന്താ പറയുക, കുടംപുളിക്ക് കുറച്ച് ടേസ്റ്റ് നല്ല ടേസ്റ്റാണെന്നാണ് പറയുക. മറ്റേ മരപ്പുളിയേക്കാളിലും ശരിക്കും കോട്ടയം ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കാണുന്ന, തെക്കൻ കേരളത്തിലൊക്കെയാണ് ഇത് കുടംപുളി ധാരാളമായിട്ട് കാണുക. ഈ കുടംപുളി എന്ന് പറയണതിൻ്റെ ജീവചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുടട പോലത്തെ ആകൃതിയുള്ള പുളി ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ വരരുതേ. അപ്പോൾ അങ്ങനെ തിളച്ച് മറയുന്ന നമ്മുടെ മീൻ കറി കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഇതാണ് ഇന്ന് എൻ്റെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രസികൻ മീൻകറി. ഇതെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കണമെങ്കിൽ അദ്ദേഹം വരണം. അതുവരെ നിങ്ങൾ വെറുതെ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.